ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി സെക്ഷൻ 2 സബ്സെക്ഷൻ 28B അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ആവാം. ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റീസോ ആണെങ്കിൽ ലോക്കൽ അതോറിറ്റീസിൻ്റെയും കമ്പനി ഓർ കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതോ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ആരാണ്? സെൻട്രലോ സ്റ്റേറ്റ് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ആക്ട് പ്രകാരം ഉണ്ടാക്കുന്ന ആയിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് വെച്ചാൽ ആരാണ് ഹൂ ഈസ് ലൈബിൾ? ആരാണ് ഇതിൽ ലൈബിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു റെസിഡൻ്റ് ആയിരിക്കും ഇതിൽ ലൈബിൾ ആവുന്നത്. ആ സെക്യൂരിറ്റീൻ്റെ മുകളിൽ പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയി നിൽക്കുന്നത് ഈ റെസിഡൻ്റ് ആയിരിക്കും. അത് TDS നിന്ന് ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഡിഡക്റ്റ് ചെയ്യുന്ന റേറ്റ് ഇപ്പോൾ ഉള്ളതിൻ്റെ 10% ആണെന്നാണ് പറയുന്നത്. പിന്നെ വെൻ ഡസ് ദ ലാബിലിറ്റി അറൈസസ്? ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത് എപ്പോൾ ഉണ്ടാവുന്നത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പേയ്മെൻറ്റോ ക്രെഡിറ്റോ ചെയ്യുന്ന സമയത്താണ് ഈ ലാബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഇതിൽ ഏതാണോ ആദ്യം ഉണ്ടാകുന്നത് ആ സമയത്താണ് ഇവരിത് പേ ചെയ്യുന്നത്, അഥവാ ലാബിൾ ആവുന്നത്. മാത്രമല്ല വേറൊരു കണ്ടീഷൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് 5,000-നേക്കാളും എക്സീഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്തതാണ് എക്സംഷൻ ഫ്രം TDS ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതിൽ TDSൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൽ വരുന്ന എക്സംഷൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് NSC, സെക്കൻഡ് വണ്ണാണ് നാഷണൽ ഡിഫൻസ് ബോണ്ട്സ്, തേർഡ് വണ്ണാണ് നോട്ടിഫൈഡ് ഡിബഞ്ചേഴ്സ്. നോട്ടിഫൈഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേറ്റ് സൊസൈറ്റീസ്, പബ്ലിക് സെക്ടർ കമ്പനി ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് നോട്ടിഫൈഡ് ഡിബഞ്ചർ. അത് സെൻട്രൽ ഗവൺമെൻറ്, അത് ആര് നോട്ടിഫൈ ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തതായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്ത നാലാമത്തതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ചില സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അഞ്ചാമത്തതാണ് വൈഡ്ലി ഹെൽഡ് കമ്പനി. വൈഡ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പം റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUFO പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്, എന്തിൻ്റെ മുകളിൽ? ഡിബഞ്ചേഴ്സിൻ്റെ മുകളിൽ പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് വൈഡ്ലി ഹെൽഡ് കമ്പനീസ് ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ 2 കേസിൽ ഇത് പറയുന്നുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് പേയി ചെക്ക് ആയിരിക്കും, പേയുടെ ചെക്ക് ആയിരിക്കും. പിന്നെ ഒന്ന് പറയുന്നത് വെച്ചാൽ ടോട്ടൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 5,000-നേക്കാളും കൂടാത്ത കേസിലും ആണെന്നാണ് പറയുന്നത്. പിന്നെ ആറാമത്തതാണ് LIC GIC. ഈ ഇൻട്രസ്റ്റ് പേയബിൾ ടു LIC ഓർ GIC അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ് ആണ്. ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയർക്ക് എംപ്ലോയീൻ്റെ സ്ഥാനത്ത് നിന്ന് ടാക്സ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അവരെ ഇൻകത്തിൽ ടാക്സ് പേ ചെയ്യാനുള്ള ഒരു ഡിഡക്ഷനും വരുത്തുന്നില്ല. എന്നിട്ട് ആ ഇൻകം എന്ന് പറയുന്നത് പെർക്യൂസിറ്റ്സിൻ്റെ നാച്ചുറലുള്ള ഇൻകമാണ്. പെർക്യൂസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? എംപ്ലോയിമാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത്. ഈ പെർക്യൂസിറ്റ്സിൻ്റെ നാച്ചുറലുള്ള ഇൻകം എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ടേംസിലായിരിക്കും. അതായത് മോണിറ്ററി ടേംസിൽ മെഷറബിൾ അല്ലാത്ത പെർക്യൂസിറ്റ്സിനെയാണ് നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഇപ്പോൾ ഷോർട്ടായിട്ട് പറയുന്ന കേസിൽ വരുമ്പോൾ ഇപ്പോൾ എംപ്ലോയർക്ക് എംപ്ലോയീൻ്റെ സ്ഥാനത്ത് നിന്ന് ടാക്സ് പേ ചെയ്യാമെന്ന് പറ്റും പറഞ്ഞല്ലോ. അപ്പം അവിടെ കൊടുക്കുന്ന ടൈമിൽ ഇൻകത്തിൻ്റെ മുകളിൽ ഒരു ഡിഡക്ഷനും കാണിക്കുന്നില്ല. അതുമാത്രമല്ല ഇൻകം എന്ന് പറയുന്നത് പെർക്യൂസിറ്റ്സിൻ്റെ നാച്ചുറലുള്ള ഇൻകം ആയിരിക്കും, അതായത് നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ് ആയിരിക്കും. പിന്നെ ഇത് പറയുന്നത് വെച്ചാൽ എംപ്ലോയർക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പേ ചെയ്യുന്ന സമയത്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക ആവറേജ് റേറ്റ് ഓഫ് ടാക്സിൻ്റെ മുകളിലാണ്. എന്തിൻ്റെ ബേസിൽ? ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ ഓരോ ടാക്സ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിലായിരിക്കും ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇൻകത്തിൻ്റെ മുകളിലാണ് ഈ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആ ഇൻകം എന്ന് പറയുന്നത് സാലറീസിൻ്റെ അണ്ടറിൽ ഉള്ളതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സിൻ്റെ കൂടെ ഇൻക്ലൂഡഡും ആയിരിക്കും. അങ്ങനെ കൊടുക്കുന്ന ടാക്സ് ഒന്നുകിൽ
ടാക്സ് സോഴ്സിൽ വെച്ച് ഡിഡക്റ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറീസിൻ്റെ അണ്ടറിൽ വരുന്നതും ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിലൊന്ന് പറയുന്നുണ്ട്, കോൺസിക്വൻസസ് ഓഫ് ഫെയിലിയർ ടു ഡിഡക്റ്റ് ഓർ പേ ടാക്സ് സെക്ഷൻ 201. ഇതിൽ പറയുന്നത് വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% എവറി മന്ത് ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഡിഡക്റ്റബിൾ എമൗണ്ട് ഇത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1.5% എവറി മന്ത് ഫ്രം ദ ഡേറ്റ് വിച്ച് സച്ച് ടാക്സ് ഈസ് ആക്ച്വലി പേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേ ചെയ്യുന്ന ആൾ ടാക്സ് പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയ പേഴ്സൺ അത് പേ ചെയ്തില്ലെങ്കിൽ 3 മാസം മുതൽ അത് പണിഷബിൾ ഒഫൻസ് ആണ് പറയുന്നത്. എങ്ങനെ? 3 മാസം മുതൽ 7 വർഷം വരെ ഫൈന്, ഇംപ്രിസൺമെൻറ്റിൻ്റെ ഒക്കെ വരുന്ന പണിഷബിൾ ആയിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കേസാണ്, അടുത്ത ടേമാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, TDS സെക്ഷൻ 193. മീനിങ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 28B. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി സെക്ഷൻ 2 സബ്സെക്ഷൻ LIC ഓർ GIC അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഇൻഷുറർ, അതാണ് പറയുന്നത്. പിന്നെ 7ാമത്തതാണ് ഡീമെറ്റീരിയലൈസ്ഡ്. ഇത് പറയുന്നത് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡീമെറ്റീരിയലൈസ്ഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിനെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്ത ടേമാണ് ഡിവിഡൻഡ് സെക്ഷൻ 194. ഡിവിഡൻഡ് പറയുന്നത് സെക്ഷൻ 194ൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ അയാൾക്ക് ഡിഡക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനീൻ്റെ പ്രിൻസിപ്പൽ ഓഫീസർക്കാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നത് ഡിവിഡൻഡിൻ്റെ മുകളിൽ. പിന്നെ ഡിഡക്ഷൻ കിട്ടുന്നത് U(2) സബ്സെക്ഷൻ 22E. ഇതിൽ ഈ സെക്ഷൻ്റെ അണ്ടറിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. അവിടെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. എന്തിൻ്റെ മുകളിൽ? ഡിവിഡൻഡിൻ്റെ മുകളിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. പിന്നെ അടുത്തത് പറയുന്നുണ്ട് നോ TDS. നോ TDS എന്ന് പറയുമ്പോൾ ചിലപ്പം TDS ഇല്ലാത്ത കേസായിരിക്കും പറയുന്നത്. ഇവിടെ 3 ഇത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കേസിൽ പറയുന്നത് വെച്ചാൽ അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഒരു കമ്പനിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അവിടെ ഡിവിഡൻഡ് എങ്ങനെയാണ് പേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെക്ക് ആവാം. പിന്നെ ഡിവിഡൻഡ് ഇപ്പോൾ ടോട്ടൽ ഡിവിഡൻഡ് അത് 2500 എക്സീഡ് ചെയ്യരുത്. ഇങ്ങനെയാണ് ഒരു കേസ് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് വെച്ചാൽ ഇഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ടു LIC ഓർ GIC. ഇപ്പോൾ LIC യോ GIC യോ കേസ് ആവുമ്പോൾ അത് ഒന്നെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ പേ ചെയ്യും. ഇതാണ് പറയുന്നത്. പിന്നെ 3ാമത്തത് പറയുന്നതാണ് ഇപ്പോൾ ഈ സെക്ഷൻ്റെ ഈ സെക്ഷൻസിൻ്റെ ഒക്കെ അണ്ടറിലാവുമ്പോൾ ഡിവിഡൻഡ് അങ്ങനെയാണ് പറയുന്നത്. അതിലൊന്നാണ് ഡിവിഡൻഡ് U(S) 2 സബ്സെക്ഷൻ 22. അതുപോലെ തന്നെ U(S) 10 സബ്സെക്ഷൻ 34. ഇതൊക്കെ ഡിവിഡൻഡ് എക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പിക്ക്, ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ്. ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ് എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പം എംപ്ലോയർക്ക് എംപ്ലോയീൻ്റെ സ്ഥാനത്ത് നിന്ന് ടാക്സ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരെ ഇൻകത്തിൽ നിന്ന് ടാക്സ് പേ ചെയ്യാം, ഒരു ഡിഡക്ഷനും കൂടാതെ അവരെ ഇൻകത്തിൽ നിന്ന് ടാക്സ് പേ ചെയ്യാം. എങ്ങനെ? നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സിൻ്റെ നാച്ചുറൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്യൂസിറ്റ്സ്. സോ താങ്ക് യു.